ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും കൊൽക്കത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രത്തിൽ നിന്നാണ്. കാളിഘട്ട് ക്ഷേത്രം, അതിൽ വസിക്കുന്ന കാളിദേവിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീരത്തായതുകൊണ്ട് അതിനെ നമ്മൾ ഹിന്ദിയിൽ ഹട്ട് എന്ന് പറയുന്നത് കാരണം കാളിഘട്ട് എന്ന് ഇതിന് പേര് വരാൻ കാരണം, ഐതിഹ്യമനുസരിച്ച് സതി സ്വയം തീ കൊളുത്തി മരിച്ചത് വിവരമറിഞ്ഞപ്പോൾ ശിവൻ ക്രോധത്താൽ ശിവതാണ്ഡവം നൃത്തം തുടങ്ങി. ലോകത്തിൻ്റെ വിനാശം കണ്ടറിഞ്ഞ വിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ മൃതദേഹം 51 കഷ്ണങ്ങളായി മുറിച്ചു. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വീണു എന്നും ഒരു ഐതിഹ്യമുണ്ട്. സതിയുടെ വലതുകാലിൻ്റെ കാൽവിരൽ വീണ സ്ഥലത്തെയാണ് കാളികെട്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലുള്ള നീളം കാളികെട്ട് നിറഞ്ഞ നിറത്തിലുള്ള മാർക്കറ്റുകൾ, കുഴഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ വഴികൾ, പരമ്പരാഗത ബംഗാളി മിഠായികൾ, അതുപോലെ തന്നെ ഈ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടയിലെ ആൾക്കാർ, നമ്മളെ ക്യാൻവാസ് ചെയ്യുന്ന അവരുടെ ഏജൻറ്റുമാർ, സന്ദർശിക്കാൻ വന്നവരുടെ തിരക്ക്. ഞാൻ രാവിലെ തന്നെയായ കാരണം കുറച്ച് തിരക്ക് കുറവാണ്. ഈ പൂജാ സാധനങ്ങൾ മേടിപ്പിക്കാൻ ഓരോ കടക്കാരും നമ്മളെ കടകളിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഇതിലേക്കുള്ള എൻട്രൻസ്. വീണ്ടും ഈ തെരുവിലൂടെയെല്ലാം ഞാൻ അലഞ്ഞ് എല്ലാം കടക്കാരുടെ ഇടയിലൂടെ നേരെ അമ്പലത്തിലേക്ക് പോവാതെ ഈ പോക്കറ്റ് റോഡിലെ പൂജാ സാമഗ്രികളെയൊക്കെ കണ്ട് ഞാൻ ഇതിലൂടെയെല്ലാം നടന്ന് മഴ ഉള്ള കാരണം അതിൻ്റെ ഒരു അവശത കൂടി റോഡിലെല്ലാം കാണാം. ചെളിയും വേസ്റ്റും എല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്നു. ഈ കാളിഘട്ട് സന്ദർശിക്കുമ്പോൾ കൊൽക്കത്തയുടെ ആത്മീക അന്തരീക്ഷം അനുഭവിക്കുന്നതിനും ആചാരങ്ങളെല്ലാം കണ്ട് അനുഭവിക്കുന്നതിനും നഗരത്തിൻ്റെ ആഴത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യം അന്വേഷിക്കുന്നവർക്കും ഇവിടെ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. രഹസ്യമായി പലരും ഫോട്ടോ എടുക്കുന്നതും പോലീസ് വിലക്കുന്നതും ചീത്ത പറയുന്നതും കേൾക്കാം. എനിക്കും കേട്ടു ബംഗാളിയിൽ. എനിക്ക് മനസ്സിലാവാത്തത് കാരണം കുഴപ്പമില്ല, ഞാൻ ചിരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. ഈ അനുഭവം പല സ്ഥലങ്ങളിൽ നിന്നും ക്യാമറ കടത്താൻ പാടില്ലാത്തടത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാരണം വലിയ കുഴപ്പവുമില്ല. അങ്ങനെ ഞാൻ ഈ മാർക്കറ്റിലൂടെയെല്ലാം കറങ്ങി വീണ്ടും ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രം 17-ാം നൂറ്റാണ്ടിൽ പല സ്ഥലങ്ങളിലും ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശം ഉണ്ട്. ഇന്നത്തെ രൂപത്തിലുള്ള കാളിക്ഷേത്രത്തിന് ഏകദേശം 200 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. കാളിദേവിയുടെ നീളമേറിയ നാവും ഭയാനകമായ ഭാവവുമുള്ള വിഗ്രഹമാണ് ഇവിടെ പൂജിക്കുന്നത്. പ്രധാന ഉത്സവമായ കാളിപൂജയും ദുർഗാപൂജയും നടത്തുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഒഴുകിയെത്താറുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യമുള്ളത്, ഈ കാണുന്ന സ്ഥലത്ത് ആടുകളെയെല്ലാം അറക്കുന്നുണ്ട്. ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തില്ല. ഈ കറുപ്പ് കാണുന്ന അതിൻ്റെ ഉള്ളിലെല്ലാം ഒത്തിരി ആടുകളെ അറുത്ത് തലകളൊക്കെ വെച്ചിട്ടുണ്ട്. പൂജയുടെ ആവശ്യത്തിനായിരിക്കാം, പക്ഷെ ഞാനത് ക്യാമറയിലെടുത്തില്ല. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൽ ഇനി അകത്തേക്ക് ക്യാമറ കടത്തി വിടില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് പോലീസ് ഓഫീസർ പറഞ്ഞത്. അതുകൊണ്ട് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.